ഓഫീസിലെത്തി. എല്ലാ സ്റ്റാഫുകളും പുതിയ സിഇഒയെ സ്വീകരിക്കാനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവർ കയറി വന്നപ്പോഴേ കാണുന്നത് എല്ലാവരും ഓടി നടന്ന് ഓഫീസ് മുഴുവൻ അലങ്കരിക്കുന്ന തിരക്കിലായിരുന്നു. എന്താ സംഭവമെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് കുറേ കവറുകളുമായി രാഹുൽ അവർക്കരികിലേക്ക് എത്തുന്നത്. എന്താ രാഹുലേട്ടാ, ഇവിടെ ആകെ ഒരു ബഹളമയം? ഗീതു ചോദിച്ചു. ഇന്നാണ് നമ്മുടെ പുതിയ സിഇഒ വിശ്വനാഥ് സാറിൻ്റെ മകൻ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും. നിങ്ങൾ വന്നതേ ഉള്ളൂ അല്ലേ? ദേ, ഈ കവറിലൊരു സാധനമുണ്ട്. ഗീതുവും മഞ്ജുവും പോയി അത് സാറിൻ്റെ ക്യാബിനിൽ ഒട്ടിച്ചു വെക്കണം. അനാമിക ബൊക്കെ പിടിക്ക്, എൻ്റെ കൂടെ വാ. അവിടെ പ്രിയ മാഡം നിൽപ്പുണ്ട്, മാഡത്തിൻ്റെ കൂടെ പോയി നിന്നോളൂ. സാറിന് ബൊക്കെ കൊടുക്കേണ്ടത് താനാണ്. ഗീതിക, താമസിക്കരുത്, വേഗം സാറിൻ്റെ ക്യാബിൻ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് രാഹുൽ അനാമികയെയും കൂട്ടിപ്പോയി. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഗീതുവും മഞ്ജുവും സിഇഒയുടെ ക്യാബിനിലേക്കും. കാർത്തിയുടെയും അഭിയുടെയും കൂടെ വന്നിറങ്ങിയ അർജുനെ വെൽക്കം ചെയ്യാൻ ഒട്ടുമിക്ക സ്റ്റാഫുകളും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കൈയടിച്ച് അവന് ഹാർദവമായ സ്വാഗതം നൽകി ചുമന്ന പനിനീർ പുഷ്പങ്ങളാൽ കെട്ടിയ വളരെ മനോഹരമായ ഒരു ബൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടെ അനാമിക അർജുനെ നീട്ടി വെൽക്കം പറഞ്ഞു. താങ്ക്സ് പറഞ്ഞത് വാങ്ങാൻ ഒരുങ്ങിയതും അവനു മുന്നേ അഭി അത് കൈപ്പറ്റിയിരുന്നു എന്ന് മാത്രം. അർജുനും കാർത്തിയും അവനെ നോക്കി തലയാട്ടിയൊന്ന് അമർത്തി മൂളി. എല്ലാവരുടെയും അകമ്പടിയോടെ AVM എന്ന പുതിയ സാമ്രാജ്യത്തിലേക്ക് അർജുൻ ചുവടുവെച്ചു. പുതിയ സിഇഒയെ കണ്ട് മിക്ക ലേഡി സ്റ്റാഫുകളിലും ഉറങ്ങിക്കിടന്ന പിടക്കോഴികൾ ഇതിനോടകം ഉണർന്നിരുന്നു. അച്ഛൻ്റെ അടുത്ത് പോയി അനുഗ്രഹവും വാങ്ങി വന്ന അർജുൻ അവൻ്റെ PA ഗായത്രിയോടൊപ്പം അവൻ്റെ ക്യാബിനിലേക്ക് പോയി. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഗായത്രിയുടെ നോട്ടം അർജുനിലേക്ക് പാറി വീഴുന്നതും അവനെ നോക്കുമ്പോൾ കണ്ണുകളിൽ പ്രകടമായ തിളക്കമുണ്ടാകുന്നതും അർജുൻ കണ്ടില്ലെങ്കിലും കാർത്തിയും അഭിയും തിരിച്ചറിഞ്ഞു. ഗ്രാൻഡ് വെൽക്കം ടു അവർ ന്യൂ എംപറർ. കാണാൻ നല്ല രസമുണ്ട്. ഈ വരുന്നയാൾ എങ്ങനെയാണോ ആവോ? മഞ്ജു ആശങ്കപ്പെട്ടു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വിശ്വനാഥ് സാറിൻ്റെ മകനല്ലേ, അദ്ദേഹത്തെ പോലെ തന്നെ പാവമാവും, നീ പേടിക്കാതെ, ഗീതു സമാധാനപ്പെടുത്തി. പേടിച്ചിട്ടൊന്നുമല്ലടി, വരുന്ന ആളുടെ കീഴിലല്ലേ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, മഞ്ജു പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി ആ ഫ്ലെക്സ് ചുവരിൽ അമർത്തി ഒട്ടിച്ചു. മഞ്ജു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് ഉറച്ചിരിക്കുന്നില്ലായിരുന്നു. കയ്യെത്താതെ ഇരുന്നതിനാൽ അവൾ ഇറങ്ങി ഗീതുവിനോട് ഒട്ടിക്കാൻ ആവശ്യപ്പെട്ടു. ഗീതു ഒട്ടിച്ചു കഴിഞ്ഞ് ചേറിൽ നിന്നും ചാടിയതും വാതിൽ തുറന്നു വന്ന അർജുൻ്റെ മുകളിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. ഈശ്വര, എല്ലാം കയ്യിൽ നിന്ന് പോയി, മഞ്ജു മനസ്സിൽ പറഞ്ഞ് തലയിൽ കൈവച്ചു. മറിഞ്ഞു വീണു എന്നല്ലാതെ ഒന്നും ഗീതുവിന് ഓർമ്മയുണ്ടായിരുന്നില്ല. കണ്ണു തുറന്നു നോക്കുമ്പോൾ താൻ ആരുടെയോ മുകളിൽ വീണ് കിടക്കുകയാണ് എന്നവൾക്ക് മനസ്സിലായി. പയ്യെ അയാളുടെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കിയപ്പോൾ കാണുന്നത് തന്നെ ക്രോധത്തോടെ നോക്കുന്ന അർജുനെയാണ്. അവളുടെ ആ നോട്ടത്തിൽ ഒരു നിമിഷം കണ്ണുകൾ കുരുങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ നോട്ടം പിൻവലിച്ച് അവൻ എഴുന്നേൽക്കാനായി ശ്രമിച്ചു. ഉടനെ മഞ്ജു വന്ന് അവളെ താങ്ങിപ്പിടിച്ചു. ചാടിപ്പിടഞ്ഞെഴുന്നേറ്റപ്പോഴേക്കും അടക്കിയുള്ള ചിരിയും കളിയാക്കലുകളും കേട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ ഓഫീസിലെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ചക്കയിട്ടതുപോലെയായിരുന്നു രണ്ടിൻ്റെയും വീഴ്ച. അതുകൂടി കണ്ടപ്പോൾ അർജുൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അവൻ്റെ ആ നോട്ടത്തിൽ തന്നെ എല്ലാവരും അവിടുന്ന് പോയി. ഐ എം സോറി, പേടിച്ച് ഗീതു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. എല്ലാം കയ്യിൽ നിന്ന് പോയി. ആകെ പേടിച്ച് നിൽക്കുന്ന ഗീതുവിന് നേരെ അർജുൻ പാഞ്ഞു. സോറി പോലും? ആരുടെ എവിടെ നോക്കിയടി നടക്കുന്നത്? നിന്റെ മുഖത്ത് കണ്ണില്ലേ? വീഴാനായാൽ ഒറ്റയ്ക്ക് വേണപ്പോരെ, ബാക്കിയുള്ളവരെ കൂടി മെനക്കെടുത്താനായിട്ട് രാവിലെ കെട്ടി ഒരുങ്ങി ഇറങ്ങിക്കോളും. അല്ലെ നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിൻ്റെയൊക്കെ വീട്ടിലിരിക്കുന്നവരെ വേണം പറയാൻ. ഇത്രയും നേരം പേടിച്ചു നിന്നിരുന്ന ഗീതുവിന് അർജുൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദേഷ്യം അരിച്ചു കയറി. ഈ പറയുന്ന താൻ എവിടെ നോക്കിയാണ് നടക്കുന്നത്? ഗീതു വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മനുഷ്യൻ്റെ നടുവൊഴിച്ചതും പോരാ, എന്നിട്ട് എൻ്റെ നേരെ തെറ്റിക്കയറുന്നോ? അർജുൻ ഗീതുവിന് നേരെ വിരൽ ചൂണ്ടി. എൻ്റെ പേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ താനാരാ? രൂപവും ഭാവവും കണ്ടാൽ ഇതെല്ലാം തൻ്റെ തലയിലാണെന്ന് തോന്നുമല്ലോ. ഗീതു അവളുടെ അമർഷം മുഴുവനും പ്രകടിപ്പിച്ചു. പെട്ടെന്നാണ് അഭിയുടെ കയ്യിലെ ബൊക്കെ അവൾ ശ്രദ്ധിച്ചത്. അവനാവും സിഇഒ എന്ന് തെറ്റിദ്ധരിച്ച് അവന് നേരെ തിരിഞ്ഞ് അവൾ പറഞ്ഞു തുടങ്ങി. എൻ്റെ പൊന്ന് സാറേ, ഞാനും ഇവളും കൂടി സാറിനെ വെൽക്കം ചെയ്യാൻ ഇവിടെ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനിടയിൽ അറിയാതെ വീണു പോയതാ. സാർ ക്ഷമിക്കണം, സാറിൻ്റെ മുഖം കണ്ടറിയാം ഒരു മാന്യനാണെന്ന്. ഇതാരാ, സാറിൻ്റെ അസിസ്റ്റൻ്റ് ആണോ? ആരായാലും എന്താ സംഭവിച്ചു എന്നൊന്നും ചോദിക്കാതെ കടിച്ചു കയറാൻ നിൽക്കുന്ന ഇയാളെ പോലുള്ള കാട്ടാളുടെ കൂടെ നടന്നാൽ അത് സാറിന് ദോഷമായി പോയിക്കും.
ഇത്രയും പറഞ്ഞ് അവൾ ഉടനെ അവളുടെ സ്ഥാനത്തേക്ക് പോയിരുന്നു. ഞാൻ ആരാണെന്ന് അവൾക്കറിയില്ല എന്നും പറഞ്ഞ് മുഷ്ടി ചുരുട്ടി കൊല്ലും ഞെരിച്ച് അർജുൻ സീറ്റിലേക്ക് പോയിരുന്നു. അവൻ്റെ ഭാവം കണ്ട് കാർത്തിയും അഭിയും പരസ്പരം നോക്കി ചിരിച്ചു. അർജുൻ്റെ കൂർത്ത നോട്ടത്തിൽ ഭയന്ന്, ഡാ നീ വീണതിനല്ല, ഇവനെ നോക്കിയപ്പോൾ മാന്യെന്ന് വിളിച്ചത് ഓർത്താണ് ഞാൻ ചിരിച്ചത് എന്ന് പറഞ്ഞ് കാർത്തി കൈയൊഴിഞ്ഞു. അത് കേട്ടപ്പോൾ ഇത്രയും നേരവും ചിരിച്ചുകൊണ്ടിരുന്ന അഭിയുടെ ചിരി വേഗം മാഞ്ഞു. ഉടനെ കാർത്തിയുടെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് അവൻ ചോദിച്ചു, ഞാൻ എന്താടാ മാന്യനല്ലേ? അതെ മാന്യനാണ്, പക്ഷേ പെണ്ണുങ്ങളുടെ മുന്നിൽ മാത്രം. ആ ബൊക്ക തന്ന പെങ്കുച്ചിനെ നോക്കി നീ വെള്ളം മറക്കുന്നത് ഞാൻ കണ്ടു. സത്യം പറഞ്ഞോ, എന്താ സംഭവം? കാർത്തിയുടെ ചോദ്യത്തിൽ പെട്ടെന്ന് പതറിയെങ്കിലും ഉടനെ തന്നെ എസ്കേപ്പ് ചെയ്യാൻ അഭി ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ അത് മുൻകൂട്ടി കണ്ട കാർത്തി അവനെ കൈയോടെ പിടികൂടി. അർജുനും കൂടി കാർത്തിയോടൊപ്പം കൂടിയപ്പോൾ വേറെ വഴിയില്ലാതെ അഭി സത്യം പറയാൻ തയ്യാറായി. എൻ്റെ പൊന്നളിയാ, എനിക്കെന്തോ അനാമികയെ കണ്ടപ്പോഴേ ഒരു ഇഷ്ടം തോന്നി. എന്താ പറയാ, ഒരു സ്പാർക്ക് പോലെ, അല്ലാതെ വേറൊന്നുമില്ല. ഓ, ഇതിനോടകം പേരും നാടും നാളും ഒക്കെ നീ കണ്ടുപിടിച്ചോ? കാർത്തി കിട്ടിയ തക്കത്തിന് അഭിയെ വാരിക്കൊണ്ടിരുന്നു. അപ്പൊ മോനെ അഭിജിത്തെ, എന്താണ് ഉദ്ദേശം? ഓഫീസിൽ കിടന്ന് കോഴിത്തരം കാണിക്കാനാണ് രണ്ടിൻ്റെ ഉദ്ദേശമെങ്കിൽ തൂക്കിയെടുത്ത് വെളിയിൽ കളയും, അർജുൻ കൽപ്പിച്ചു. അഭി, നീ കേട്ടല്ലോ അവൻ പറഞ്ഞത്? നീ ഒരു കാട്ടുകോഴിയാണെന്ന് എല്ലാവരെയും അറിയിക്കരുത്, കാർത്തിയും അഭിയോട് പറഞ്ഞു. അപ്പൊ ഈ പറയുന്നയാളോ? എന്നേക്കാളും വലിയ കാട്ടുകോഴി നീയാടാ, അഭി തിരിച്ചടിച്ചു. അർജുൻ ശബ്ദമുയർത്തിയപ്പോഴേക്കും രണ്ടും വേഗം സ്കൂട്ടായി അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം ഓഫീസിലെ സ്റ്റാഫ് വന്ന് ടേബിളിലും ക്യാമ്പിന് പുറത്തും അർജുൻ്റെ പേര് കുത്തിയ നെയിം ബോർഡ് കൊണ്ടുവന്ന് വെച്ചു. അർജുൻ പതിയെ അവൻ്റെ കസേരയിലേക്ക് ഒന്ന് ചാഞ്ഞു. ഇന്ന് നീ ആഗ്രഹിച്ച പോലെ ഞാനും AVMൻ്റെ ഭാഗമായി. പഠനം പൂർത്തിയാക്കി അച്ഛൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ കാലുകുത്തുന്ന ദിവസം എൻ്റെ വലം കൈയിൽ ലഭിച്ച് നീയും കാണും എന്നെനിക്ക് വാക്ക് തന്നതല്ലേ. എന്നിട്ട് ഇപ്പം ഞാൻ തനിച്ചായി പോയില്ലേ? അറിയാതെ അർജുൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു. ഉള്ളിൽ തിരയടിക്കുന്ന മനസ്സിൽ ആർത്തിരുമ്പുന്ന ഓർമ്മകളിൽ നിന്നും രക്ഷ നേടാൻ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. പെട്ടെന്ന് അവൻ്റെ മുന്നിൽ ഗീതുവിൻ്റെ മുഖം തെളിഞ്ഞു. വിടർന്ന കരിമിഷിയിട്ട കണ്ണുകളും വില്ലുപോലെയുള്ള പുരിയക്കൊടികളും താമര ഇതൽ പോലെയുള്ള ചുണ്ടുകളും 1000 നക്ഷത്രങ്ങൾ ഉദിച്ചതുപോലെ തിളങ്ങി നിൽക്കുന്ന മൂക്കുത്തിയിലെ വെള്ളക്കല്ലും. അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നിമാഞ്ഞു. പെങ്കുച്ച് കാണാൻ കൊള്ളാം. ഒരു വേള എല്ലാം മറന്ന് അവൻ അവളെ നോക്കി നിന്നുപോയി. ഒരു നിമിഷം എന്നെ തന്നെ നഷ്ടപ്പെടും പോലെ. പക്ഷേ പെണ്ണിൻ്റെ കയ്യിലിപ്പോൾ മഹാമോശോ. എന്തായിരുന്നു രാവിലെ അവളുടെ പ്രഹസനം? ഈ അർജുൻ ആരാണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം, ഉടനെ തന്നെ. അർജുൻ പ്യൂണിനെ വിട്ട് ഗീതുവിനെ വിളിപ്പിച്ചു. ഈ സമയം രാവിലെ ഉണ്ടായ സംഭവത്തിൽ മഞ്ജുവിൻ്റെ ചീത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗീതു. അങ്ങോട്ട് വന്ന അനുവും കാര്യമറിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞത് മോശമായി പോയെന്നാണ്. പക്ഷെ ഒരു കൂസലുമില്ലാതെ ഗീതു എല്ലാം കേട്ടു. എടി, എന്നെ പറഞ്ഞതിന് ഞാൻ ക്ഷമിച്ചു, പക്ഷേ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ കൂടി പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതാ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. അത്രയും കേട്ടിട്ട് വെറുതെ മിണ്ടായിരിക്കാൻ പുത്തമ്പുരയ്ക്കൽ മുരളീധരനല്ല എൻ്റെ അച്ഛൻ എന്ന് മഞ്ജുവിനോട് ഗീതു പറഞ്ഞു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എൻ്റെ അപ്പനെ വിളിക്കുന്നൊരു കുരുപ്പേ എന്ന് പറഞ്ഞ് മഞ്ജു അവളുടെ ചെവിക്ക് പിടിച്ചു. ഒരാളുടെ മുഖത്ത് നോക്കി കാട്ടാളൻ എന്നൊക്കെ പറയാൻ പാടുണ്ടോ ഗീതു? അതും തെറ്റ് നിന്റെ ഭാഗത്തായിരുന്നു, അനുവും പറഞ്ഞു. ഡി, അത് ഞാൻ സോറി പറയുന്നതല്ലേ, എന്നിട്ടും തട്ടിക്കയറിയത് അയാളല്ലേ എന്നും പറഞ്ഞ് ചെവിമേലുള്ള പിടുത്തം വിടുവിപ്പിച്ചു. ആ, ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, അയാളുടെ മുന്നിൽ പോയി പെടാതെ നോക്കിക്കോ, മഞ്ജു ഓർമ്മിപ്പിച്ചു. അതിന് അയാളെ കാണേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കില്ലല്ലോ, അയാളല്ലോ നമ്മുടെ ബോസ് എന്നും പറഞ്ഞ് ഗീതു നിശ്വസിച്ചു. നീ പറഞ്ഞത് ശരിയാ, ബോസിൻ്റെ കൂടെയുള്ള ഒരുത്തൻ ശരിയല്ല. ഞാൻ അദ്ദേഹം വന്നു കയറിയപ്പോഴേ നീട്ടിയ ബൊക്ക, അനു പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ പ്യൂൺ വന്ന് ഗീതുവിനെ വിളിച്ചു. അവൾ അയാളുടെ നിർദ്ദേശപ്രകാരം സിഇഒയുടെ ക്യാബിനിലേക്ക് പോയി. നീ എന്തടി പറയാൻ വന്നത്? കൂടെയുള്ള ആൾ ശരിയല്ലെന്നോ? അതെന്താ? മഞ്ജു അനുവിനോട് കാര്യം തിരക്കി. ആടി, അത് ഞാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് നീട്ടിയ ബൊക്ക കൂടെ വന്നനാ തട്ടിപ്പറിച്ചു വാങ്ങിയത്. അനു പറഞ്ഞു തീർന്നതും മഞ്ജു ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. എന്താടി, എന്തു പറ്റി? അനു ആവലാതിയോട് ചോദിച്ചു. എടി, മിക്കവാറും പ്യൂൺ വിളിച്ചത് അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനാവും, മഞ്ജു പറഞ്ഞു. അവളിൽ നിന്ന് കാര്യമറിഞ്ഞ് അനുവും താടിക്ക് കയ്യും കൊടുത്തിരുന്നു.
ഈ സമയം ഇതൊന്നും അറിയാതെ സിഇയുടെ ക്യാബിന് മുന്നിൽ അകത്തേക്ക് കയറാൻ അനുവാദം ചോദിച്ചു നിൽക്കുകയായിരുന്നു ഗീതു. അവൾ അകത്ത് കയറിയപ്പോഴേക്കും തൻ്റെ ചെയറിൽ തിരിഞ്ഞിരിക്കുകയായിരുന്നു അർജുൻ. സർ, അവൾ ശബ്ദം താഴ്ത്തി വിളിച്ചു. പ്രതികരണമൊന്നും കിട്ടാത്തതുകൊണ്ട് അവൾ ഒന്നുകൂടി വിളിച്ചു. പെട്ടെന്ന് ചെയർ റോൾ ചെയ്ത് അർജുൻ അവൾക്ക് നേരെ തിരിഞ്ഞു. ചെയറിലിരിക്കുന്ന ആളെ കണ്ട് സ്തംഭിച്ചുപോയ ഗീതുവിൻ്റെ കിളികൾ പല വഴിക്കു പറന്നുപോയി. പയ്യെ നെയിം ബോർഡിലേക്ക് കണ്ണുകൾ പായിച്ചു. അർജുൻ വിശ്വനാഥൻ മംഗലത്ത് സിഇഒ എന്ന് കണ്ടതും ബാക്കിയുണ്ടായിരുന്ന കിളികളും പറന്നുപോയി. ഈശ്വര, അർജുൻ മംഗലത്ത് വിശ്വനാഥൻ മംഗലത്ത് ഇതായിരുന്നോ ഈ AVM? അവൾ നെഞ്ചത്ത് കൈയും വെച്ച് കിളിച്ചുകൊണ്ട് അർജുന് നേരെ നോക്കി. പറന്നുപോയ കിളികളെയെല്ലാം കൂട്ടിൽ പിടിച്ചു കയറ്റി സ്വബോധം വീണ്ടെടുത്ത് ഗീതു സർ എന്ന് വിളിക്കാൻ തുടങ്ങിയതും അവൾക്ക് നേരെ വലിയൊരു ഫയൽ എറിഞ്ഞു കൊടുത്തിട്ട് ഐ നീഡ് ദ ഫൈനൽ റിപ്പോർട്ട് ബിഫോർ 5 o'clock എന്ന് പറഞ്ഞ് അർജുൻ അലറി. നീ ഭയങ്കര സ്മാർട്ടല്ലേ? രാവിലത്തെ സംഭവത്തോടെ അതെനിക്ക് മനസ്സിലായി. വാചകം അടിക്കാൻ മാത്രമാണോ അതോ തരുന്ന ജോലിയിലും ഈ കഴിവുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി ചെയ്തു തരണം, അതെനിക്ക് നിർബന്ധമാണ്. അതിലെന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ പിന്നെ ഈ ജോലിയിൽ തുടരാമെന്ന് കരുതണ്ട, മനസ്സിലായല്ലോ എന്നവൻ ചോദിച്ചതും മനസ്സിലായി എന്നവൾ തലയാട്ടി. നോ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞതും ഉള്ള ജീവനും കൊണ്ട് ഗീതു ക്യാബിൽ നിന്ന് ഓടിയ ഓട്ടം അവളുടെ സീറ്റിൽ വന്നിരുന്നപ്പോഴാണ് നിന്നത്. നീട്ടി ശ്വാസം വലിച്ചുവിട്ട് അവിടെ ഇരുന്ന ഗ്ലാസ്സിലെ വെള്ളവും അടുത്തിരുന്ന മഞ്ജുവിൻ്റെ സീറ്റിലിരുന്ന വെള്ളവും അവൾ അകത്താക്കി. ഈ പരാക്രമങ്ങളെല്ലാം നേരത്തെ പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ മഞ്ജു മനുവും അവളുടെ ചെയ്തികളൊന്നും ശ്രദ്ധിക്കാതെ ജോലി തുടർന്നു. രണ്ടിനെയും കണ്ണുരുട്ടി നോക്കി എന്തോ പറയാൻ തുടങ്ങിയതും കാറ്റുപോലെ രണ്ടുപേർ അവരുടെ അടുത്തേക്ക് വന്നു. അവരുടെ ഓപ്പോസിറ്റായിരുന്നു കാർത്തിയുടെയും അഭിയുടെയും സീറ്റ്. അഭിയുടെ ഊറ്റിക്കുടിക്കുന്ന നോട്ടം കണ്ടപ്പോൾ തന്നെ അനു തലയുയർത്തി നോക്കുന്ന പരിപാടി നിർത്തി അവളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മഞ്ജുവിനോടായി ഗീതു നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും അവൾക്ക് മുന്നേ അവൾ അതെല്ലാം ഇങ്ങോട്ട് പറഞ്ഞത് കേട്ട് ഗീതുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. അങ്ങനെ അനു പറഞ്ഞതെല്ലാം മഞ്ജു ഗീതുവിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ആരെയാണോ കണി കണ്ടതെന്നോർത്ത് തലയ്ക്ക് കൈവച്ചിരുന്നപ്പോഴാണ് തൻ്റെ മുന്നിൽ കിടക്കുന്ന ആ ഫയൽ തന്നെ നോക്കി കളിയാക്കും പോലെ ഗീതുവിന് തോന്നിയത്. അർജുനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് അവളത് തുറന്നു നോക്കി. ആദ്യത്തെ 2 പേജ് മറിച്ചപ്പോൾ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾക്ക് മാത്രമേ ഈ വർക്ക് പെർഫെക്റ്റായി ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നവൾക്ക് മനസ്സിലായി. എങ്കിലും പിന്മാറാൻ അവൾ തയ്യാറായില്ല. തൻ്റെ കഴിവിൻ്റെ പരമാവധി അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ സമയം കാർത്തിയും അഭിയും അനുവും മഞ്ജുവും തമ്മിൽ പരിചയപ്പെട്ടു. കണ്ണുകൾ കൊണ്ട് അനുവിനെ നോക്കിക്കൊല്ലുകയാണ് അഭി. എങ്കിൽ വാചകമടിച്ച് മഞ്ജുവിൻ്റെ ചെവി തിന്നുന്ന തിരക്കിലായിരുന്നു കാർത്തി. തങ്ങളെപ്പോലെ തന്നെ ത്രിമൂർത്തികളാണ് അർജുനും കാർത്തിയും അഭിയുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ശല്യം കണ്ടില്ലെന്ന് നടിക്കുകയെ അവർക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. വൈകാതെ തന്നെ അഭിയല്ല കാർത്തിയാണ് കാട്ടുകോഴി എന്ന സത്യം അനു തിരിച്ചറിഞ്ഞു. ഇതുപോലെയായിരുന്നു കാർത്തിയുടെ വാചകം കേട്ടിരിക്കുന്ന മഞ്ജുവിൻ്റെ അവസ്ഥ. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ ഗീതുവിൻ്റെ ഒപ്പം തന്നെ അഭിയും കാർത്തിയും സ്ഥാനം പിടിച്ചു. ഡി കുഞ്ചു, വേഗം വേണം, ഞാൻ ആ വർക്ക് ചെയ്തു തീർന്നിട്ടില്ല. കുഞ്ചുവോ? കാർത്തി സംശയത്തോട് ചോദിച്ചു. ആ, അത് മഞ്ജുവിനെ അടുപ്പമുള്ളവർ അങ്ങനെയാണ് വിളിക്കാറ്. ഓഹോ, എങ്കിൽ ഞാനും ഇനി അങ്ങനെ വിളിക്കാം, കാർത്തി ഉത്സാഹത്തോടെ പറഞ്ഞു. അയ്യോ വേണ്ട, അത് അടുപ്പമുള്ളവർ മാത്രം വിളിക്കുന്നതാണ്. മഞ്ജുവിൻ്റെ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ കാറ്റുപോലെ പോയ ബലൂൺ പോലെയായി കാർത്തി. പക്ഷേ അഭി ഗീതുവിനും അനുവിനും ഒപ്പം ചേർന്ന് മഞ്ജുവിൻ്റെ ഡയലോഗ് കേട്ട് പൊട്ടിച്ചിരിച്ചു. അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ച് ചമ്മലും മറച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു. എന്നെ വളരെ അടുപ്പമുള്ളവർ മാത്രം വിളിക്കുന്നത് കുക്കു എന്നാണ്. മഞ്ജുവിനെ അങ്ങനെ വിളിച്ചോളൂ, കാർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. അയ്യോ, അതൊട്ടും വേണ്ട, അത് അടുപ്പമുള്ളവർ മാത്രം വിളിക്കുന്നതല്ലേ, അതുകൊണ്ട് വേണ്ട, ഞാൻ കാർത്തിക്കെന്ന് തന്നെ വിളിച്ചോളാം. കാർത്തിയുടെ ആ നീക്കത്തെയും വളരെ വിദഗ്ധമായി മറികടന്ന് മഞ്ജു പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോൾ ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെയായി അവൻ. കാർത്തിയുടെ അവസ്ഥ കണ്ട് ഗീതുവും അനുവും ചിരി അടക്കി പിടിച്ചു. അഭിയെ നോക്കിയപ്പോൾ ഏറ്റില്ല അളിയ, ഇവളെ വളയ്ക്കാൻ നീ പാടുപെടും, നീ അടുത്ത നമ്പർ ഇറക്ക്, അഭി പറഞ്ഞു. പിന്നീട് കാർത്തി തൻ്റെ സ്കൂളിലെയും കോളേജിലെയും വീരശൂര പരാക്രമങ്ങൾ വിവരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മഞ്ജുവിന്. ഇടയ്ക്ക് അവൾ പറ്റുന്ന രീതിയിൽ അവനിട്ട് താങ്ങുന്നതുമുണ്ടായിരുന്നു. ഈ സമയം അഭി തൻ്റെ പുറകെ നടന്ന പെൺകുട്ടികളുടെ ഇല്ലാത്ത ലിസ്റ്റ് വിരിക്കുകയായിരുന്നു അനുവിന് മുന്നിൽ.
ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന ഗീതുവിൻ്റെ മുഖത്തെ ചിരി മായ്ക്കാനായി ഒരാളും കൂടി അവിടേക്ക് നടന്നെടുത്തു. ആരാണെന്ന് പറയണ്ടല്ലോ, അവൻ തന്നെ, നമ്മുടെ ഹീറോ. ഒടുക്കം അർജുനെയും കാർത്തിയെയും അഭിയെയും അവിടെ പിടിച്ചിരുത്തി. ഗീതു കാര്യമായി ഒന്നും കഴിക്കാതെ ജോലിയുണ്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു. അങ്ങനെ അർജുൻ കൂടി വന്നപ്പോൾ മഞ്ജു അനുവും കൂടി നൈസായിട്ട് അവിടുന്ന് മുങ്ങി. പിന്നെ അർജുൻ അഭിയെയും കാർത്തിയെയും ഒന്ന് നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ കാർത്തി പറയാൻ തുടങ്ങി. അതായത് അർജുൻ, അതുണ്ടല്ലോടാ, അതില്ലേ? ഏതില്ലേന്ന് പറയുന്നുണ്ടേ പറയടാ. അർജുൻ ശബ്ദമുയർത്തിയപ്പോൾ കാർത്തി രണ്ടും കൽപ്പിച്ച് പറയാൻ തുടങ്ങി. ഡാ, ഇവനില്ലേ ഈ അഭി, ഇവന് അനാമികയുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ ലബ്. അപ്പോൾ അവൻ ആ കൊച്ചിനെ വളയ്ക്കാൻ നോക്കുമ്പോൾ ഇവൻ്റെ കമ്പനി വേണമല്ലോ. ഇവന് ഈ പെൺകുട്ടികളുടെ സൈക്കോളജി അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിവന് മാതൃകയാവാമെന്ന് കരുതി. എങ്ങനെ? അർജുൻ മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു. അതായത് അനാമികയെ പ്രേമിക്കാൻ ഞാനിവനെ സഹായിക്കും. എങ്ങനെ പ്രേമിക്കണമെന്നും എങ്ങനെ വളച്ചെടുക്കണമെന്നും പെൺകുട്ടികളുടെ വീക്ക്നെസ് എന്താണെന്നുമൊക്കെ ഞാൻ മഞ്ജിമയെ വളച്ചെടുത്ത് കാണിച്ചു കൊടുക്കും. ഒരു മാതൃക പോലെ. എങ്ങനെയുണ്ട്? കലക്കി. അപ്പോൾ നാളെ തന്നെ 2 സ്ഥലം വിടാൻ റെഡി ആയിക്കോ. ആദ്യമേ ഞാൻ പറഞ്ഞതാ കോഴിത്തിരയുടെ ഇറക്കരുതെന്ന്. രണ്ടിനെയും തൂക്കിയെടുത്ത് വെളിയിൽ കളയേണ്ട സമയം കഴിഞ്ഞു. എന്നാലും ഒറ്റ ദിവസം കൊണ്ട് നിനക്കൊക്കെ പ്രാന്താണോടാ പെൺപിള്ളാരുടെ പുറകെ നടക്കാൻ? അതായത് അളിയ, ഈ ലവിൻ്റെ ശാസ്ത്രം അറിയാത്ത നിനക്ക് അതെന്താണെന്ന് മനസ്സിലായെന്നില്ല. കാരണം നീ കുട്ടിയാണ്. മോഹൻലാലിൻ്റെ സ്റ്റൈലിൽ കാർത്തിയും പറഞ്ഞു. അഭിയെ നോക്കിയപ്പോൾ അവൻ അനുപോയ വഴിയെ കണ്ണും നട്ടിരിക്കുകയായിരുന്നു. ഡാ, അർജുൻ ഒന്ന് ശബ്ദമുയർത്തിയപ്പോഴേക്കും അഭി സ്വപ്നത്തിലെന്ന പോലെ ഞെട്ടിയുയർന്നു. നീ സീരിയസ് ആണോ? ശരിക്കും ഇഷ്ടം തോന്നിയിട്ടാണോ? അതോ? അർജുൻ മുഖവുരയില്ലാതെ അഭിയോട് ചോദിച്ചു. പൊന്നളിയ സീരിയസ്. ഇന്ന് രാവിലെ ആ പച്ചമുളക് ബൊക്ക നീട്ടിയപ്പോൾ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ചായ നീട്ടുന്ന ഫീലായിരുന്നു. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇല്ലേ, അത് തോന്നിയടാ എനിക്ക്. ആദ്യം ഞാൻ കാര്യമാക്കിയില്ല, പക്ഷേ പിന്നെയും എൻ്റെ കണ്ണ് ദേ ആ കൊച്ചിന് നേരെ പോയിക്കൊണ്ടിരിക്കുക. എത്ര ശ്രമിച്ചിട്ടും പറ്റണില്ല. നീ കേട്ടിട്ടില്ലേ, പ്രണയം ചിലപ്പോൾ ഒരാളെ ഭ്രാന്തനാക്കാൻ വരെ കഴിയുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണെന്ന്. സത്യമായിട്ടും അസ്ഥിക്ക് പിടിച്ചളിയ. നീ കൂടെ നിന്നില്ലേലും പ്രശ്നമില്ല, വേണ്ടെന്ന് വെക്കാൻ പറയല്ലേ. അഭി കൈകൂപ്പി പറഞ്ഞു. ഞാനും പറഞ്ഞു നോക്കിയതാ, പക്ഷെ കേൾക്കുന്നില്ല. അതാ അഭി പറഞ്ഞു നിർത്തി. നീ വേണ്ടെന്ന് വെക്കാൻ ആരോട് പറഞ്ഞെന്നാ? കാർത്തി ചോദിച്ചു. എൻ്റെ മനസ്സിനോട്. എൻ്റെ മനസ്സ് തന്നെ കേൾക്കുന്നില്ലടാ. അഭി അർജുനെ നോക്കി. ശരി, പറയുന്നില്ല. പക്ഷെ വെറുതെ എൻ്റെ ഇമേജ് കൂടി കളയരുത്. ആ പെണ്ണ് അങ്ങനെയൊന്നും ഇല്ലേ, പിന്നീട് ഒരു ശല്യത്തിനും പോകരുത് കേട്ടല്ലോ. എല്ലാം ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞ് അഭി അർജുനെ കെട്ടിപ്പിടിച്ചു. അർജുൻ കാർത്തിക്കിന് നേരെ തിരിഞ്ഞു. ഡാ, ഇവനിപ്പോൾ പറഞ്ഞ ഈ ലവ് അറ്റ് ഫസ്റ്റ് ഡേറ്റ് ഒക്കെ നിനക്കേത് പെണ്ണിൻ്റെ മണമടിച്ചാലും വരുന്നതായതുകൊണ്ട് ഇവൻ പറഞ്ഞത് നിൻ്റെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. നീ പറ, എന്താ മോൻ്റെ ഉദ്ദേശം? അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല. ആ കാന്താരി മുളകിന് എന്നെ ഇഷ്ടമാണെങ്കിൽ കുക്കുവിൻ്റെ കുഞ്ചു അവൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് ഒരു ജീവിതം കൊടുക്കണമെന്നുണ്ട്. കുക്കുവിൻ്റെ കുഞ്ചുവോ? കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താ സംഭവം? അഭി കണ്ണു തള്ളി. അതുപോട്ടെ, ഈ കുഞ്ചു? ഡാതെ, അവളെ അവളുടെ 2 കൂട്ടുകാരികളും കുഞ്ചു എന്നാ സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്നത്. എനിക്ക് പിന്നെ അവളോട് എപ്പോഴും സ്നേഹമാണല്ലോ. അതാണ് ഞാൻ ആ വിളി സ്ഥിരമാക്കിയത്. ശരി, ഇനി ഞാനായിട്ട് എതിർപ്പൊന്നും പറയുന്നില്ല. പക്ഷെ ആ 2 എണ്ണമല്ലേ, നിൻ്റെ പച്ചമുളകും ഇവൻ്റെ കാന്താരി മുളകും, അതും കൂടെ നടക്കുന്നവൾ ഹൈഡ്രോക്ലോറിക് ആസിഡിന് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായ പോലത്തെ ഐറ്റമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോണം. എനിക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഉടായ്പ വലുതും കാണിച്ചാൽ 2നെയും തൂക്കിയെടുത്ത് ഞാൻ വെളിയിലെറിയും എന്ന് പറഞ്ഞ് അർജുൻ ക്യാബിനിലേക്ക് പോയി.